നമസ്കാരം. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് VK മിനിമോളിനെയും മർച്ചന്റ്സ് അസോസിയേഷൻ കലൂർ ആദരിച്ചു. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ UMC സംസ്ഥാന ട്രഷറർ നിജാം ബഷി യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളിവരെ എന്തിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് നമ്മളോട് ഈ ജനങ്ങളോട് ഒരു കടപ്പാട് നമുക്കുണ്ടാക്കിയെടുക്കുവാൻ, അല്ലാതെ സാമ്പത്തികം മാത്രമല്ല, നമ്മളിൽ ഒരു കടപ്പാടുണ്ടാക്കിയെടുക്കുവാൻ, നമ്മളിൽ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ഈ വിദ്യാർത്ഥിനികളെ നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, യോഗങ്ങളിൽ ആദരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഏറ്റവും അവസാനമായി അല്ലെങ്കിൽ വർഷങ്ങളായി പറയുന്ന ഒരു വിഷയമുണ്ട്. വ്യാപാരികൾക്കൊരു വ്യാപാര മന്ത്രാലയം തന്നെ ഉണ്ടാകണം. അതിന് ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിലെ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ ഗവൺമെൻറ്റിനെ സമ്മർദ്ദങ്ങൾ ചെലുത്തുവാൻ വേണ്ടി ഈ അടുത്ത ആഴ്ച മുഖ്യമന്ത്രി, മന്ത്രിമാരെ അടക്കം ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിനും മന്ത്രാലയങ്ങളുണ്ട്. അതുകൊണ്ട് വ്യാപാരികൾക്കും ഒരു മന്ത്രാലയം ഉണ്ടാകണം എന്നാണ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ബാങ്കുകൾ, നമ്മുടെ വ്യാപാരികൾക്ക് തന്നെ വ്യാപാര ബാങ്കുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുമായി ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ നമ്മളെ സബ്സിഡി ഇനത്തിൽ ലോൺ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ വേണ്ട സഹായങ്ങൾ ഈ വ്യാപാര സംഘടന ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യാപാരികൾക്ക് ഇതേപോലുള്ള അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതിൽ യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് UMC, ജയ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ. എറണാകുളം കലൂർ ഫ്രൈഡേ ക്ലബിൽ നടന്ന യോഗത്തിന് അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് SP അധ്യക്ഷത വഹിച്ചു. എല്ലാ പാരൻസും കുട്ടികളുടെ പഠിക്കാൻ വേണ്ടി പറയും. അതായത് 10ാം ക്ലാസ് ആകുമ്പോഴും +2 ആകുമ്പോഴും, അല്ലെങ്കിൽ ഈവൻ 1ാം ക്ലാസ് മുതലേ എല്ലാ കുട്ടികളുടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പാരൻസും നിർബന്ധിക്കുക. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത്, പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഉണ്ടാവുന്ന കലാകായികപരമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ അവരുടെ കയ്യിൽ ഉണ്ടാവും. അതുകൂടി നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവരെ അതിൻ്റെ രീതിയിലേക്ക് അവരെ വളർത്തിയെടുക്കണം എന്നും കൂടിയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്കൂടി ചെയ്യണമെന്നുണ്ട്. യോഗത്തിന് വനിതാ വിംഗ് പ്രസിഡന്റ് വന്ദന PV സ്വാഗതം ആശംസിച്ചു. നമ്മുടെ കുട്ടികൾ SSLC +2 നന്നായിട്ട് വിജയകരമായി പൂർത്തിയാക്കി മുന്നോട്ടുള്ള എല്ലാ പഠനങ്ങൾക്കും അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒരു വട്ടം കൂടി പറയുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ കമ്മിറ്റി അംഗമായ സുനിൽ കുമാറിന്റെ മകൾ ഗീതു സുനിൽ കുമാർ നമുക്ക് സന്തോഷ വാർത്തയാണ് തന്നിരിക്കുന്നത്. MBBS പൂർത്തിയാക്കി ഡോക്ടറായിരിക്കുകയാണ്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാ രക്ഷിതാക്കളെ, നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാ കൊളീഗ്സും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. കലൂരിലെ വ്യാപാരികളുടെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും MBA പാസ്സായ 2 കുട്ടികളെയും MBBS ഡോക്ടറായ 1 കുട്ടിയെയും യോഗത്തിൽ പ്രത്യേകം ആദരിച്ചു. കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് മിനിമോൾ VKക്ക് മർച്ചന്റ്സ് അസോസിയേഷൻ കലൂർ സ്വീകരണം നൽകി. ആദരവ് ഏറ്റുവാങ്ങുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആദരവ് ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു മൊമെന്റോ, അത് കേവലം ഒരു മൊമെന്റമോ ഒരു ഷീൽഡോ അല്ല. നമ്മളുടെ ഈ കുടുംബം, തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒരു ജീവിത കരുപ്പിടിപ്പിച്ച ആ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്നേഹ സമ്മാനമാണ്. അതിന് കേവലം ഒരു ചെറിയ വിലയല്ല വരുന്നത്. അത് സ്നേഹത്തോടെയുള്ള ഒരു കരുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് ഉയർന്ന ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് അവരെല്ലാം കരുതിക്കൊണ്ട് ആ സ്നേഹമാണ് നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് എന്ന ചിന്ത മക്കൾക്കുണ്ടാവണം. നിങ്ങൾ നല്ല മക്കളായി പഠിച്ച് നല്ല വിജയം നേടി ഈ സമൂഹത്തിലെ മറ്റ് തിന്മകളിലേക്കൊന്നും തിരിഞ്ഞു പോകാതെ നന്മയുടെ വഴിയിലൂടെ ചലിച്ച് ജീവിത വിജയത്തിലേക്ക് നേടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ചടങ്ങിൽ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു. വൈകിയാണെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസോസിയേഷനിലെ 5 വ്യാപാരികൾക്ക് സാമ്പത്തിക സഹായം നൽകി. മുതിർന്ന 10 വ്യാപാരികളെ യോഗത്തിൽ ആദരിച്ചു. അപ്പോൾ അല്ലാതെ നമ്മൾ വിദേശത്ത് പോയി കുറേ പൈസ ഉണ്ടാക്കി നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ 70% അവിടെ ചിലവായി തീരും. ഇല്ലേ? നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ 70% അവിടെ ചിലവായി തീരും. ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ കൊച്ചു കുട്ടികളെ
സ്നേഹിക്കാനും താലോലിക്കാനും നിങ്ങളുടെ അച്ഛന്മാർക്ക് കഴിയില്ല. നിങ്ങളുടെ അച്ഛന്മാർക്കേ, നിങ്ങളുടെ അച്ഛനും അമ്മക്കും നിങ്ങളുടെ കൊച്ചുകുട്ടികളെ താലോലിക്കണ്ടേ? 5, 6 വയസ്സായിട്ടുള്ള കുട്ടികളെ താലോലിച്ച് വളർത്തണ്ടേ? നിങ്ങളൊക്കെ അച്ഛൻ്റെ അമ്മയുടെ മടിയിൽ നിന്ന് താലോലം കേട്ട് വളർന്ന കുട്ടികളല്ലേ? അതുപോലൊരു ആഗ്രഹം നിങ്ങളുടെ അച്ഛനും അമ്മക്കും ഉണ്ടാവില്ലേ? ആ കുട്ടികളെ മടിയിലിരുന്ന് താലോലിച്ച് അവർക്കൊരു ഭക്ഷണം കൊടുത്ത് അവരെ കൊണ്ടൊന്ന് പുറത്തു പോയി ഇതെൻ്റെ പേരക്കുട്ടിയാണ്, ഇതെൻ്റെ മകളുടെ കുട്ടിയാണ്, ഇതെൻ്റെ മകൻ്റെ കുട്ടിയാണ് എന്ന് പറയുന്നവരുടെ ആഗ്രഹം നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹവും അവരുടെ സ്നേഹവും നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കഷ്ടപ്പെടില്ല. നിങ്ങൾ 10 കോടി സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിങ്ങളുടെ സഹോദരങ്ങളുടെയും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗം പോലെ ആകുകയും ചെയ്യാമെങ്കിൽ അതാണ് നിങ്ങൾ 10 കോടി സമ്പാദിക്കുന്നതിനേക്കാൾ ഉചിതമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് രൂഷ പി സുനിൽ കുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അവാർഡ് കിട്ടുന്നു, അടുത്ത അവാർഡ് വയ്ക്കുമ്പോഴും അതിനടുത്ത അവാർഡ് വയ്ക്കുമ്പോഴും നിങ്ങളെല്ലാം കാണണം. അക്കാഡമിക് ലെവലിൽ ഇപ്പോൾ നിങ്ങൾ A+, B+ ഒക്കെ വാങ്ങിക്കുന്നു. അതിലുപരി സാമൂഹിക പ്രതിബദ്ധതയും മാനുഷികതയുള്ള കുട്ടികളായിട്ട് വളർന്നു വരാൻ ആശംസിച്ചുകൊണ്ട് UMC എറണാകുളം ജില്ലാ പ്രസിഡന്റ് AK വേണുഗോപാൽ, ഈ സന്മാർഗിക കലകൾ കുട്ടികൾക്ക് ഉണ്ടാവണില്ല. കാരണം പണ്ടെല്ലാം ഒരു ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൺ നമ്മുടെ ഒരു ലോ കണ്ടുപിടിച്ചു, ഭൂമിയുടെ ആകർഷണ കേന്ദ്രം. അതേമാതിരി കുട്ടികൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഒരു ഇതേമാതിരി ഓരോ ഇതിലാക്കാനുള്ള ശ്രമം ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തില്ല. അതിന് ഇന്നത്തെ അധ്യാപകർക്ക് നല്ലൊരു പങ്ക് വഹിക്കാനായിട്ട് പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം അവരെ പഠിപ്പിക്കണം. പുസ്തകങ്ങളൊക്കെ അതനുസരിച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഈ അധ്യാപകർ അതനുസരിച്ച് മാറുന്നില്ല. അവർക്ക് അതിനുള്ള ട്യൂഷൻ കൊടുക്കണില്ല. അവർക്ക് രാവിലെ വന്ന് ഈ സമയം തീർത്ത് പോകണമെന്നുള്ള മാത്രമേ ഇപ്പോഴത്തെ ജ്വരമുള്ളൂ. UMC എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി തോമസ് കൊറശ്ശേരി, മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മളൊരു കുട്ടിയെ വിലയിരുത്തേണ്ടത്? മാതാപിതാക്കളിവിടെ ഉണ്ട്, അവരാരും പറഞ്ഞില്ല. നമ്മളൊരു കുട്ടികളെ വിലയിരുത്തേണ്ട മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, ശരിയല്ലേ? അപ്പൊ മാർക്ക് ഇത്തിരി കുറഞ്ഞു പോയാൽ, മാർക്ക് കുറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, മാർക്ക് ഇത്തിരി കുറഞ്ഞു പോയാലും മറ്റു പലർക്കും ഇല്ലാത്ത കഴിവുകളുള്ള കുട്ടികളാണ് നമ്മളുടെ കുട്ടികൾ എന്നുള്ളൊരു ബോധ്യം നമുക്കില്ലേ? ഉണ്ട്. നല്ലോണം ആടാനും പാടാനും ചാടാനും ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും മറ്റുള്ള ആക്ടിവിറ്റീസ് ഉള്ള കഴിവുകളുള്ള കുട്ടികളാണെന്ന് നമുക്ക് ഉറപ്പില്ലേ? ഉണ്ട്. മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായ രീതിയിൽ പെരുമാറുന്ന കുട്ടികളല്ലേ നമ്മുടെ കുട്ടികൾ? അതെ. സഹോദരങ്ങളോടായാലും കൂട്ടുകാരോടായാലും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയണം. കാരണം എൻ്റെ വീട്ടില് A+ കിട്ടി, തൊട്ടപ്പുറത്തെ വീട്ടിൽ A+ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സന്തോഷം മറ്റുള്ളൊരു ദുഃഖമാണുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണെന്നുള്ളത്. കാരണം A+ കിട്ടാത്ത കുട്ടിയാണെങ്കിൽ പോലും മറ്റവൻ എന്ത് കഴിവുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എന്ത് കഴിവുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അവനൊരു മാർക്കിന്റെ അടിസ്ഥാനത്തിലേക്ക് ഒരു മൂലയിലേക്ക് തള്ളിയിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. കാരണം നിങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ചുറ്റും അത്തരമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. UMC സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ കാട്ടിത്തറ, നിങ്ങൾ പഠിച്ചുയരുമ്പോൾ നേരത്തേക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കച്ചവടം തൊഴിലായി സ്വീകരിച്ച ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് നാമെന്ന് മനസ്സ് തുറന്ന് പറയുവാനുള്ള ആർജവും ശക്തിയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം, നമ്മുടെ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു ഡോക്ടർ കൂടി വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ നല്ല മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി MV അഗസ്റ്റിൻ, യൂത്ത് വിംഗ് സംസ്ഥാന ട്രഷറർ രമ്യ എന്നിവർ സംസാരിച്ചു. നിങ്ങളോടും പറയാനുള്ളത്, തോറ്റു എന്നും പറഞ്ഞു അല്ലെങ്കിൽ ഒരാള് നെഗറ്റീവായി എന്നും പറഞ്ഞു ഒന്നും നിങ്ങളുടെ ജീവിതം ഒന്നും അവിടെ തീരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്നു പോകുകയില്ല. നമ്മളാണ് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് നടക്കേണ്ടത്. നമ്മൾക്കൊരു വഴിയുണ്ട്, ആ വഴിയിൽ കൂടി നമ്മൾ നല്ലതായിട്ട് നടന്നാൽ നല്ല വിജയങ്ങൾ ഇനിയും നിങ്ങൾക്ക് നേടാൻ പറ്റും. നല്ല മാർക്കോടുകൂടി കുട്ടി വിജയിച്ച് നല്ല രീതിയിൽ പൊസിഷനിലേക്ക് വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് ദൈവം നല്ലൊരു ഭാവി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ 5 വർഷം ഇവിടുത്തെ കൗൺസിലറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ കൂടുതൽ
അച്ഛനമ്മമാർ കൂടുതൽ ശ്രദ്ധിച്ച് അവരെ കുറഞ്ഞ മാർക്കാണെങ്കിലും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അതുതന്നെയാണ് അവരുടെ ഉന്നതിയിലേക്കുള്ള ഒരു പ്രോത്സാഹനം എന്നുകൂടി ഞാൻ എടുത്തു പറയുന്നു. ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്ന ആളുകൾ, അവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാവും, ലോൺ കിട്ടാതെ വരും, ബുദ്ധിമുട്ടുകളുണ്ടാവും, മറ്റവർക്ക് ലോൺ കൊടുക്കാനും ഒക്കെ ആളുകളുണ്ടാവും. അപ്പൊ ഇവരെ സംഘടനയുടെ ഭാഗമായി, ഇവരും കച്ചവടക്കാരാണ്, ഇവരെയും ചേർത്ത് നിർത്തേണ്ട ആളുകളാണ്, ഇവരും ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ഇവർക്കും കുടുംബവും പ്രാരാബ്ധവും ഉണ്ട്. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള കച്ചവടക്കാരെ കൂടി കൂട്ടി നിർത്തുന്നു എന്നതാണ് മർച്ചന്റ്സ് അസോസിയേഷന്റെ മൂസയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടനയ്ക്ക് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു ഭംഗി എന്ന് പറയുന്നത്. മർച്ചന്റ് അസോസിയേഷൻ കലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രോഗ്രാം സംസ്ഥാന ട്രഷറർ നിജാം ബക്ഷിയാണ് ഉദ്ഘാടനം നടത്തിയത്. SSLC +2 അവാർഡ് വിതരണം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ അവറുകളാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കലൂരിലെ പ്രായം കൂടുതലായിട്ടുള്ള സീനിയറായിട്ടുള്ള അംഗങ്ങളെ ഈ യോഗത്തിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ 2 അംഗങ്ങൾക്ക് സാമ്പത്തികമായുള്ള സഹായങ്ങളും ഈ യോഗത്തിൽ വെച്ച് നമ്മൾ വിതരണം നടത്തി. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ഈ യോഗത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. SSLC +2 അവാർഡിന് കുടുംബത്തോടു കൂടിയാണ് നമ്മുടെ അംഗങ്ങൾ പങ്കെടുത്തത്. യോഗത്തിൽ സന്നിഹിതരായിരുന്ന എല്ലാ അംഗങ്ങൾക്കും അസോസിയേഷൻ്റെ വക സമ്മാനം ഉണ്ടായിരുന്നു. മേയർക്ക് കൊടുക്കാനുള്ള മെമ്മോറാണ്ടത്തിൻ്റെ ഏകദേശ രൂപം സെക്രട്ടറി സഭയിൽ വായിക്കുകയുണ്ടായി. മേയർ അത് രേഖാമൂലം എഴുതി കൊടുത്താൽ കൊച്ചി കോർപ്പറേഷൻ്റെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് സംഘടനയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹോട്ടലുകളിൽ, ചെറിയ ചെറിയ ഹോട്ടലുകളിൽ പരിശോധിക്കുന്നത് നിരുത്സാഹപ്പെടുത്താമെന്നും അങ്ങനെ ഷിഗല്ല എന്ന് പറയുന്ന ഒരു മാരക രോഗത്തിനെതിരെ പ്രതിരോധിക്കാൻ മർച്ചന്റ് അസോസിയേഷൻ്റെ സഹായം മേയർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മേയർക്ക് അതിനുള്ള എല്ലാ സഹായങ്ങളും നൽകാമെന്ന് യോഗത്തിൽ ഉറപ്പ് നൽകുകയും ഉണ്ടായി. അസോസിയേഷൻ ട്രഷറർ രാജീവ് പട്ടത്ത് കൃതജ്ഞത രേഖപ്പെടുത്തി. മർച്ചന്റ്സ് അസോസിയേഷൻ കലൂരിന്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വൈകിയ വേള ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.